ഫസ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് സ്റ്റോക്സ് തിയറാണ്. അതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ ഡെഫിനിഷനാണ്. ഫസ്റ്റ് തിയറം 4.7.1 തിയറായിട്ടൊന്നും പഠിക്കണ്ട. ജസ്റ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആണെന്ന് പഠിക്കുക. ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആണെന്നൊന്ന് പഠിക്കുക. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രോബ്ലം നോക്കി. ഫൈൻഡ് ദ വർക്ക് കാണുന്നില്ലേ? ഫൈൻഡ് ദ വർക്ക് പെർഫോംഡ് ബൈ ദ ഫോഴ്സ് ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ പ്ലസ് 4xy ക്യൂബ് ജെ പ്ലസ് വൈ സ്ക്വയർ സെഡ് y square xk on a particle that traverses the negatively oriented rectangle C in the plane z equal to y with vertices 0, 0, 0, 0, 3, 1, 1, 3, 1, 1, 0, 0. നമുക്ക് സ്റ്റോക്സ് തിയറം യൂസ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം? വർക്ക് കണ്ടുപിടിക്കണം. ആ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത് പറയുന്നത്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത്. അപ്പോൾ കേൾ എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം. എങ്ങനെ കേൾ എഫ് കണ്ടുപിടിക്കാം? ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ, പിന്നെ രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. മൂന്നാമത്തത് എഫ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ. എഫിയുടെ ഐയുടെ കോർഡിനേറ്റ് എക്സ് സ്ക്വയർ, പിന്നെ ജെയുടെ കോർഡിനേറ്റ് 4xy ക്യൂബ്, കെയുടെ കോർഡിനേറ്റ് വൈ സ്ക്വയർ എക്സ്. എന്നിട്ട് അതിൻ്റെ കേള് കിട്ടുന്നത് 2xy മൈനസ് വൈ സ്ക്വയർ ജെ പ്ലസ് 4y ക്യൂബ് കെ ആണ്. ഇനി നമ്മളിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിൻറ്റ്സ് ആണ് നോക്കേണ്ടത്. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഓൺ എ പാർട്ടിക്കിൾ ദാറ്റ് ട്രാവേഴ്സസ് ദ നെഗറ്റീവ്ലി ഓറിയൻറ്റഡ് റെക്റ്റാങ്കിൾ സി ഇൻ ദ പ്ലെയിൻ സെഡ് ഈക്വൽ ടു വൈ വിത്ത് വേർട്ടീസസ്. അതായത് സെഡ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന പ്ലെയിനിൽ ആ 4 വേർട്ടെക്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന റെക്റ്റാങ്കിളാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിലെടുക്കേണ്ടത് സെറ്റ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സെഡ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ പ്ലെയിനിലല്ലേ തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് 0, 0 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുക. 0, 3, 1, 3, 1, 0. അത് 4 കൂടിയും കോർഡിനേറ്റ് ചെയ്യുന്ന റെക്റ്റാങ്കിളിൻ്റെ പിക്ചറാണ് എന്തിരിക്കുന്നത് അവിടെ തന്നിരിക്കുന്നത്. ഇനി സെഡ് ഈക്വൽ ടു വൈ ആയതുകൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് സെറ്റ് മൈനസ് വൈ ഈക്വൽ ടു 0 ഫോമിലെടുക്കുക. അപ്പോൾ ഡെൽ ജി എന്ന് പറയുന്നത് 0i മൈനസ് ജെ പ്ലസ് കെ, അതായത് മൈനസ് ജെ പ്ലസ് കെ എന്ന് കിട്ടും. ഇനി ഇനി നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, എക്സ് കോർഡിനേറ്റ് വേരി ചെയ്യുന്നത് 0 മുതൽ 1 വരെയാണ്. ബട്ട് വൈ കോർഡിനേറ്റ് വേരി ചെയ്യുന്നത് എവിടെ തൊട്ട് ഏത് വരെയാണ്? 0 മുതൽ 3 വരെയാണ്. അതാണ് ഇവിടെ പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ ലിമിറ്റ് 0 to 1, വൈയുടെ ലിമിറ്റ് 0 to 3 ആയിരിക്കും. ഇനി കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് എന്നാണ് പറയുന്നത്. ഇവിടെ എൻ എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ഡെൽ ജി ആയിരിക്കും കേട്ടോ. അപ്പോൾ മൈനസ് ഡെൽ ജി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു മൈനസ് ജെ പ്ലസ് കെ ആണ്. സോ അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ ജെ മൈനസ് കെ ആണ് വരിക. അതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് വരുന്നത് മൈനസ് വൈ സ്ക്വയർ മൈനസ് 4y ക്യൂബാണ്. ദെൻ ഇൻ്റഗ്രേഷൻ നമുക്ക് ആൻസർ കിട്ടുന്നത് -90 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ചെയ്യേണ്ടത് യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ്. അത് കണ്ടുപിടിക്കാൻ എഫ് തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് ആ എക്സ് സ്ക്വയർ പ്ലസ് 0, 0 സെൻറ്ററും 1 റേഡിയസും ആയിട്ടുള്ള സർക്കിളിൻ്റെ ബൗണ്ടറി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് പോളാർ കോർഡിനേറ്റ് ആയിരിക്കും എളുപ്പം. അപ്പോൾ ആദ്യം കേൾ എഫ് കണ്ടുപിടിക്കുക. കേൾ എഫ് ഡോട്ട് എൻ ആണ്. കേൾ എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന XY പ്ലെയിനിലല്ലേ. XY പ്ലെയിനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോർമൽ എന്ന് പറയുന്നത് n ഈക്വൽ ടു കെ ആയിരിക്കുന്നു. അപ്പോൾ അവിടെ എൻ്റെ സ്ഥാനത്ത് നിന്ന് കൊടുക്കുക, കെ കൊടുക്കുക. പക്ഷേ നമുക്കറിയാം മറ്റേ ഫങ്ഷനായിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു പ്ലെയിൻ ആയിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. പക്ഷേ ഒരു ഫങ്ഷനായിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കാണാൻ മൈനസ് ഡെൽ ജി ആണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കെ ആണ് വരുന്നത്. സോ രണ്ടിൻ്റെയും ഡബിൾ ഇൻ്റഗ്രേഷൻ ചെയ്താൽ കിട്ടുന്നത് 2π ആണ്. അങ്ങനെയാണ്
സ്റ്റോക്സ് തിയറത്തിൻ്റെ പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു വേരിഫൈ പാർട്ടും ഉണ്ട്, അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കണ്ട വേരിഫൈ സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും ഒന്ന് സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നത് മാത്രം. ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ.